അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് സിനാനും ഉമ്മയും സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് മോൾട്ടി അങ്ങോട്ട് വന്നു. മോൾട്ടി അങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഉമ്മ ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി. എന്തിനാ റബ്ബേ ഉമ്മ മുറ്റത്തേക്ക് പോകുന്നത്? എന്നെ കണ്ടിട്ടാണോ? വേണ്ട, ഞാനൊന്നും കേൾക്കുന്നില്ല, അവൾ വിചാരിച്ചു. എന്ത് കാരണത്താലാണ്? എൻ്റെ അനിയനല്ലേ വിളിക്കുന്നത്? അതിനിപ്പോൾ എന്താ ഉമ്മ അങ്ങോട്ട് പോയി? എന്തെത്ര വലിയ രഹസ്യം ഓല് തമ്മിൽ? മോൾട്ടി അത് മൈൻഡ് ചെയ്യാതെ കുട്ടിയെ എടുക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ വന്നു. എന്നാൽ ഓളുടെ മനസ്സിൽ നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ആങ്ങള വിളിച്ചിട്ട് പലപ്പോഴും ഉമ്മ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്താത്ത എന്ന് പറഞ്ഞവന് പല മെസ്സേജുകളും ഒക്കെ എനിക്ക് അയക്കാറുണ്ട്, കോളും ചെയ്യാറുണ്ട്. ഇപ്പം എന്തെന്നറിയില്ല, ഗൾഫ് പോയിൻ്റെ ശേഷം ഓന് നമ്മളെ പറ്റ അങ്ങോട്ട് മറന്നിക്കണ്. എന്താ അറിയില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഓൻ്റെ പെങ്ങളല്ലേ, അതുപോലെ ഓനക്കില്ല. ഉമ്മാക്ക് വിളിക്കും, സംസാരിക്കും, വെക്കും, അതൊക്കെ തന്നെ. അല്ലാതെ എന്നെ കുറിച്ചോ മക്കളെ കുറിച്ചോ അതൊന്നും ചോദിക്കാറുമില്ല. കുറേ സമയമായി ഉമ്മയും സിനാനും വിളിക്കുന്നു. ആ വിളിച്ചോട്ടെ, ഉമ്മയും മോനും അല്ലേ. പഠിച്ചോനെ പ്രശ്നമൊന്നും ഇല്ല, ഞാൻ മതിയായിരുന്നു. പാവാണ് മുഹ്സിന. ഓളെന്ന് വെച്ചാൽ നല്ലൊരു മോളാണ്. ആ കുട്ടിക്ക് സമാധാനത്തിനൊരു ജീവിതം ഇവിടുന്ന് കിട്ടണില്ല. എപ്പോഴും ഓരോ കുറ്റപ്പെടുത്തലുകളും ഇതുമാണ്. ഇപ്പോഴാണെങ്കിൽ ഓനക്കും അങ്ങനെ ഒരു ഇതുണ്ട്. ഓനോട് രണ്ട് വർത്തമാനം പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഫോണ് കിട്ടണ്ടേ. ഞാൻ വിളിച്ചാലൊന്നും പിന്നെ എടുക്കൂല, ഞാൻ ഇന്ന് നിന്നിട്ടുമില്ല. എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് കയറി വന്നു. ഫോൺ വേഗം അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു, ഒന്നും അറിയാത്ത രീതിയിൽ. ഉമ്മ, ആരെ വിളിച്ചത്? എൻ്റെ മോനാ. ഉമ്മ, അപ്പം ഇന്നായിട്ടൊന്നും യാതൊരു ബന്ധമില്ലേ മോനക്ക്? ആ, സിനാനാ വിളിച്ചത്. അല്ല, ഈ എന്തിനാ വന്ന് പാളി വെക്കേണ്ടത്? പാളി നോക്കേ. ഉമ്മ എന്തിനാ എന്നെ കണ്ടപ്പോൾ മുറ്റത്തേക്ക് ഓടിയത്? അവിടെ തന്നെ നിന്നൂടായിരുന്നോ? അല്ല പെണ്ണേ, എല്ലാം ഇപ്പം നിങ്ങളെ മുമ്പിൽ വെച്ച് പറയണമെന്ന് എത്ര നിർബന്ധം? ഞാനും എൻ്റെ മോനും അങ്ങനെ പല വർത്തമാനങ്ങളും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ഒരു നിർബന്ധം? നിങ്ങൾക്ക് വിളിച്ചുകൂടെ? ഓ എന്നെ ചോദിക്കൽ കൂടില്ല. എങ്ങനെ ചോദിക്കുക? ഈ ഓളെ മൂട്ടിൽ കൂടെ അല്ലേ എപ്പോഴും നടക്കണത്? ഓളെ ഭാഗത്തല്ലേ ഈ എപ്പോഴും ഉണ്ടാല്? അതുകൊണ്ട് എന്നോട് വലിയൊരു ഇതില്ല പോനക്ക്. ഈ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നോ? ഉമ്മാരെയും പുതിയാപ്പിളാരെ കുറിച്ച് അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കല? ഈ അല്ലേ മുഹ്സിനൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണത്? ഉമ്മ എന്ത് പറഞ്ഞു കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയണത്? ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. ഓനെ ഞാൻ എങ്ങനെ നോക്കി വളർത്തിയതമ്മ? എൻ്റെ അനിയനല്ലോ ഓനെ. ഇപ്പോൾ ഓന് നമ്മളൊക്കെ മറന്നു. ഓൻ വിളിക്കുമ്പോൾ രണ്ട് വർത്താനം പറയണമെന്ന് വിചാരിച്ചാൽ നിൽക്കുന്നുണ്ട്. വേണ്ട സാനിയ, ഈ ഓനോട് വർത്താനത്തെ നിൽക്കണ്ട. ഓനോട് പറയാനുള്ള ഞാൻ പറയുന്നുണ്ട്. ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഇത്ര വിഷമം നേരിടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നോടാരപ്പോൾ ഇങ്ങനെ കെട്ടും കെട്ടി വരാൻ പറഞ്ഞത്? എനിക്ക് അവിടെ തന്നെ നിന്നൂടായിരുന്നോ? ഈ ഒരു വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല, എൻ്റെ ഈ വരവ്. അവൾ സങ്കടപ്പെട്ടു. എല്ലാവരും മക്കൾ വരുമ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കും. പക്ഷേ ഈ ഒരു ഉമ്മ എന്താ ഇതിങ്ങനെ? ഒന്നുമല്ല, മരുമകൾ കടുപ്പം കാട്ടാൻ കഴിയണില്ല ഞാൻ ഉണ്ടായതുകൊണ്ട്. ഞാനൊക്കെ ഇങ്ങനെ പറയാണ്. അതുകൊണ്ടാണ് ഉമ്മാക്ക് ഇത്ര ദേഷ്യം എന്നോട്. ഉമ്മ കഴിഞ്ഞു, ഞാനിനി ഒരു മാസം തികച്ച് നിൽക്കണില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ഞങ്ങളെ കൊണ്ടൊരു ശല്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ പോകുക വരെ എന്തേലും ചെയ്തോളി. ഉമ്മയുടെ ആ ഒരു വാക്ക് അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. എല്ലാവരും മക്കൾ പോകാൻ നേരുമ്പോൾ വേദനിക്കലാണ്. ഞാനിവിടെ വന്ന് നിൽക്കാറില്ല. ഉമ്മാക്ക് എൻ്റെ പ്രസവം പോലും അറിയേണ്ടി വന്നിട്ടില്ല. രണ്ടും അത് അവിടുന്നായിരുന്നു. ഒക്കെ അവിടുന്ന് എൻ്റെ ഇക്ക കഴിച്ചു കൂട്ടി. റബ്ബേ, എൻ്റെ ഇക്ക എത്രമാത്രം സ്നേഹമുള്ള ഒരാളാണ്. ഇക്കാൻ്റെ ഉമ്മ അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കലും സംസാരിക്കലും വീഡിയോ കോളും. സ്വന്തം പെറ്റമ്മ കണ്ടില്ലേ? 2 മാസം ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ഉമ്മാൻ്റെ സ്വഭാവമൊക്കെ മാറി. അങ്ങനെയാണ് ഉമ്മാക്ക് ഇങ്ങനെ ഒറ്റക്ക് നിന്ന് ശീലിക്കണേ. പണിക്കൊരു വേലക്കാരത്തിയോ മരുമകളോ ആരെങ്കിലുമൊക്കെ മതി. അതാണ് ഉമ്മാൻ്റെത്. കുട്ടികളും പെരുത്താനും കേടെടുത്താനൊന്നും ഇല്ലല്ലോ. എൻ്റെ മക്കൾ ഒന്ന് കുറച്ച് വലുതായില്ലേ, ചെറുത്. അതൊന്നും പറ്റുന്നുണ്ടാവില്ല. അവൾ സങ്കടപ്പെട്ടു. പെട്ടെന്ന് തൻ്റെ ഇക്കയുടെ അടുക്കലേക്ക് തന്നെ പോകണമെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. അവൾ തേങ്ങിക്കരയുകയാണ്. അതെ, ഇവിടുന്ന് ഇങ്ങനെ മോങ്ങാനും നിൽക്കണ്ട. പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അത് ആരോടും പറയും. അത് മോളാ മാനോ ഒന്നുമില്ല എനിക്ക്.
എന്തൊക്കെ തന്നെയാലും പറയാനുള്ളത് റഷീദ് ആരെ മുഖത്ത് നോക്കിയും പറയും. അതിപ്പോൾ മോളാണെങ്കിലും ശരി മരോളാണെങ്കിലും ശരി. ഉമ്മ നിങ്ങൾ എന്നെ പറഞ്ഞോളിട്ടോ, എനിക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങൾ എൻ്റെ പെറ്റമ്മയാണ്. ഞങ്ങൾ സഹിക്കും പൊറുക്കും. പക്ഷേ ഉമ്മ പുറത്തുനിന്ന് വന്ന പെൺകുട്ടികൾ നിങ്ങൾ പറയരുത് കേട്ടോ ഒന്നും. പാവങ്ങളാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്സി എന്തൊരു നല്ല മോളാണ്. എന്താ അവൾക്കൊരു കുറവ്? സൗന്ദര്യത്തിന് കുറവുണ്ടോ? ഇല്ല. വീട്ടിലത്തെ ജോലികൾ കാര്യങ്ങൾ ദീനിയായ ചിട്ട എല്ലാ കാര്യത്തിലും ആ കുട്ടി ഉഷാറാണ്. ഉമ്മ നിങ്ങൾ ഇത്രയധികം അവളെ വിഷമിപ്പിക്കാൻ പാടില്ല. എന്ത് സിനാൻ അങ്ങനെ? ഓനങ്ങനല്ലല്ലേ വേണ്ടിയത്. ഓൾ നാളെ പറഞ്ഞു എന്നെ വിളിക്കാറില്ല എന്തോന്ന് ചോദിച്ചപ്പോൾ സീന എന്നോട് വിളിക്കാറില്ല എന്നാണ് പറഞ്ഞത്. ഉമ്മ അതൊക്കെ തെറ്റാണ് കേട്ടോ. നിങ്ങളവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓളെ വിളിക്കാൻ. വിളിക്കാൻ പറ്റൊരു സാധനം എന്താടി എനിക്ക്? ഓനെ കൊണ്ട് ഞാൻ വേറെ കെട്ടിക്കാൻ കരുതുന്നുണ്ട്. ഓൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലേ, പോയിക്കോട്ടെ, കുഴപ്പമില്ല. നിൽക്കണേ നിന്നും ചെയ്തോട്ടെ വേലക്കാരിയായിട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, പറ്റ ഒഴിവാക്കണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മ എന്താ ഉമ്മങ്ങൾ മനസ്സാക്ഷി ഇല്ലാത്ത വർത്താനം പറയണേ? സാനിയ ഈ മിണ്ടണ്ട, എന്ത് വേണമെന്ന് എനിക്കറിയാം. അപ്പോത്തിന് കല്യാണം എല്ലാം കഴിഞ്ഞു. ഒന്ന് ആലോചിക്കുക കൂടി ചെയ്യാതെ ഉമ്മ അതിന് എന്തോൾക്ക് പ്രശ്നം? പ്രശ്നമുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയാം. ഈ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ വേ പോകാൻ നോക്ക്. ഉമ്മ എന്താ ഉമ്മങ്ങൾ ഇങ്ങനെ? അല്ലെങ്കിൽ പിന്നെ സിനാൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പോവാം. സിനാൻ്റെ കല്യാണോ? ഉമ്മ എന്തിങ്ങളീ പറയണത്? അതെ, ഓൻ്റെ രണ്ടാം കെട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കാണ് പോവാം. ഏതായാലും ഇത്ര നിന്നില്ലേ. ഉമ്മ അങ്ങനൊരു കല്യാണത്തിന് ഞാനില്ല ഉമ്മ, ഒരിക്കലും. എനിക്കത് ഇഷ്ടമല്ലേ കാണുന്നത്. അത് നിങ്ങൾ തന്നെ അങ്ങോട്ട്, നിങ്ങളെ മോനും തന്നെ അങ്ങോട്ട് നടത്തിക്കോളി. ഇനി ഉപ്പാനൊന്നും അതിന് കിട്ടൂല. ഓ നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ വീടും സ്ഥലവും ഇതൊക്കെ എൻ്റെ പേരിൽ തന്നെയാണ്. ഇതിലിപ്പോൾ നിങ്ങൾ ആരും പങ്കെടുത്തില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. തൻ്റെ ഉപ്പാക്ക് പറ്റിയ ആ ഒരു അബദ്ധം അപ്പോൾ സാനിയ വിചാരിച്ചു. എൻ്റെ ഉമ്മ ഇത്തരക്കാരിയാണെന്ന് റബ്ബെ ഒരിക്കലും എൻ്റെ ഉപ്പ വിചാരിച്ചിട്ടുണ്ടാവില്ല. പാവം എൻ്റെ ഉപ്പ ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം അത് ഉമ്മയുടെ പേരിലേക്കാക്കി മാറ്റി. വന്നപ്പോഴേക്കും ഉമ്മക്ക് ക്യാൻസലാക്കി വന്നതേ ഇഷ്ടമുള്ളായിരുന്നു. പിന്നെ ഉപ്പാനങ്ങോട്ട് ഭരിക്കലായി. അവൾ ഓരോ കാര്യങ്ങളും ഓർത്തു. അതിനിടക്ക് ഉപ്പ എന്നെ കെട്ടിച്ചു വിട്ടു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, എനിക്ക് കിട്ടിയത് നല്ലൊരു സ്വാലിഹായ ഭർത്താവിനെയായിരുന്നു. അദ്ദേഹം കല്യാണം കഴിഞ്ഞ അടുത്ത മാസം മുതൽ തന്നെ എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന് അവിടെ നല്ല ജോലിയും കാര്യങ്ങളും ആയത് കാരണം ഞങ്ങൾ അവിടെ സെറ്റിലായി. പിന്നീട് ഞാൻ ഗർഭിണിയായപ്പോൾ ഇക്കാക്ക് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. അല്ല പെണ്ണെ, നിനക്ക് 7 മാസമാകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇല്ലാതെ ഇവിടെ തന്നെ നമുക്ക് ഡെലിവറി ആക്കിയാലോ എന്ന് ചോദിച്ചു. എല്ലാം ഇക്കയുടെ ഇഷ്ടം എന്നായിരുന്നു എൻ്റെ മറുപടി. അങ്ങനെ എൻ്റെ ആദ്യത്തെ പ്രസവവും രണ്ടാമത്തതും അവിടെ അങ്ങേ ആയി. അതിനുശേഷമാണ് ഉമ്മയുടെ അടുക്കലേക്ക് വരുന്നത്. പക്ഷേ ഉമ്മ, സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമേ ഉമ്മയുടെ കൂടെ കൂടുതൽ അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ ഉപ്പയാണ് സഹിക്കണത്. ഉപ്പാവിനെയും വീണ്ടും ഗൾഫിലേക്ക് പറഞ്ഞേക്കാനുള്ള തിരക്കും ഇതിനിടയിൽ കണ്ടിരുന്നു. പിന്നെ കുറച്ച് പ്രായമായില്ലേ, അപ്പം ഇനി ഇവിടെ നിൽക്കട്ടെ എന്നാണ് ഉപ്പയുടെ തീരുമാനം. പക്ഷേ പാവം മുഹ്സിൻ അതിൽ പെട്ടുപോയി. ഇങ്ങനെയൊരു ഉമ്മയുടെ അടുക്കലേക്കാണെങ്കിൽ പാവ കുട്ടി വരേണ്ടില്ലായിരുന്നു. പക്ഷെ എൻ്റെ സിനാന് സ്നേഹമുള്ള കുട്ടിയായിരുന്നു. അവന് നല്ല മോനായിരുന്നു. അവനെ ഉമ്മ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ലായിരുന്നു. പിന്നെ എങ്ങനെ അറിയില്ല. എന്തൊക്കെ തന്നെയായാലും ഓനിപ്പോൾ ആളാകെ മാറിയിട്ടുണ്ട്, സ്വഭാവം മാറിയിട്ടുണ്ട്. ഇപ്പം എന്തോ വേറെ കല്യാണത്തിനെ കുറിച്ചോ എന്തൊക്കെയോ അതാ ഉമ്മ പറയണേ. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമാണത്. അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. എന്താ സാനിയ എനിക്കൊരു മിണ്ടാട്ടില്ലാത്തത്? കല്യാണം കഴിഞ്ഞിട്ട് പോവട്ടോ? ഉമ്മ അങ്ങനൊരു കല്യാണം ഈ വീട്ടിൽ നടക്കുകയാണെങ്കിൽ ഉമ്മ എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ നീ ഒറ്റ കല്യാണത്തിന് കൂടിയിട്ടില്ലല്ലോ? അതിനെന്താ ഉമ്മ, മണവാട്ടിയൊക്കെ കണ്ടല്ലോ, ഫോട്ടോയിലും കണ്ടു, അത് മതി. സന്തോഷിക്കണം എനിക്ക്. അല്ലാതെ വേറൊരു ഈ അങ്ങനെ പറഞ്ഞോ? അനക്കെന്ന് വെച്ചാൽ ഇവിടെ കണ്ട് പോയാൽ മതി. അനക്ക് ഇവിടുത്തെ കാര്യമൊന്നും അറിയണ്ടല്ലോ. ഇവിടെ നിൽക്കേണ്ടതൊക്കെ ഞാനാണ്. ആര് വരുമ്പോഴും മരുമകൾ എവിടെ ചോദിക്കുമ്പോൾ ഒന്ന് കാട്ടിക്കൊടുക്കാൻ ഇന്ന തറവാട്ടുകാരെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു അന്തസ്സുണ്ട്.
ഇതിപ്പോൾ പറ്റ ചെറ്റക്കുടലിൽ നിന്നാണ് ഇവളങ്ങോട്ട് കെട്ടിക്കൊടുന്നത്. ആ കല്യാണമായപ്പോത്തിന് ആ അറബിത്തുള്ള വീടും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി വണ്ടി എടുത്തു കൊടുത്ത് ഓൾക്കുള്ള പണ്ടും ഓൾക്കുള്ള ഡ്രസ്സും ഒക്കെ ആക്കി കല്യാണമൊക്കെ അടിപൊളിയായി കഴിഞ്ഞു. പക്ഷെ എന്തൊക്കെ തന്നെയായാലും ഓലെ ആ ഒരു ചരിത്രം നോക്കുമ്പോൾ അതാ ആ പാവപ്പെട്ട പെരീത്ത ആ കുട്ടിയല്ലേ, എത്തിയും കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ ആൾക്കാർ തൊള്ളി വരുള്ളൂ. എൻ്റെ പൊന്നാരുമ്മ, നിങ്ങളെന്ത് ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കണേ? പണ്ടത്തെ കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടേനോ? ഉമ്മ, നമ്മളെ കാര്യം ആലോചിച്ചൂടെ നിങ്ങൾക്ക്? നമ്മളെങ്ങനെയായിരുന്നു തറവാട്ടിൽ കഴിഞ്ഞിരുന്നത്? ഓർമ്മ ഉണ്ടോ? ഉപ്പാൻ്റെ അനിയനും ജ്യേഷ്ഠനും മക്കളും എല്ലാവരും കൂടി ഒരു ചെറിയ വീട്ടിൽ എത്ര ബുദ്ധിമുട്ടിരുന്നു നമ്മൾ. എന്തെങ്കിലും സൗകര്യം കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? ഒരു റൂമിൽ, ചെറിയ റൂമിൽ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ കിടന്നിറങ്ങും. ഭക്ഷണം ശരിക്കും കിട്ടിയിരുന്നില്ല. പിന്നെയല്ലേ ഉപ്പ പോയത്? ഉപ്പ ഗൾഫിൽ പോയതിന് ശേഷമല്ലേ നമ്മൾ മെച്ചപ്പെട്ട് തുടങ്ങിയത്? ഉപ്പ പോയതിന് ശേഷമാണ് ആദ്യമായിട്ട് ഗൾഫിൻ്റെ ഒരു സാധനം കയ്യിൽ കിട്ടണത്. എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നു. വീട്ടിലത്തേൾക്കൊക്കെ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളും സാരിയും തുണിയും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന പെർഫ്യൂംസൊക്കെ ആദ്യമായിട്ടാണ് നമ്മളന്ന് അടിക്കണത്. ഉപ്പ വന്നതിന് ശേഷം ആ വലിയൊരു പെട്ടിയുമായി ഉപ്പ വന്ന ആ രംഗം, അതൊക്കെ ഉമ്മ ഓർക്കണില്ലേ? അതിന് ശേഷമല്ലമ്മ നമ്മൾ മെച്ചപ്പെട്ടത്. ആദ്യം നമ്മളും നല്ല പാവപ്പെട്ടവരെന്നല്ലായിരുന്നോ? പിന്നീട് ആ അറബി ഉമ്മയുടെ കാരുണ്യം കൊണ്ടും പടച്ചോൻ്റെ അള്ളാഹു കൊണ്ടും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി തന്നു ഇഷ്ടം പോലെ. നമ്മൾ എത്ര പെട്ടെന്ന പണക്കാരായത്. ആദ്യം തന്നെ ഉപ്പ സ്ഥലം വാങ്ങിയിട്ടു. പിന്നീട് അതിലിതാ വലിയൊരു വീടും വെച്ചു, ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. അതൊക്കെ പടച്ചോൻ തന്നല്ലൊന്നും മറക്കാൻ പാടില്ലല്ലോ. പക്ഷേ എൻ്റെ ഉപ്പാക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്താടി? എൻ്റെ ഉപ്പാക്ക് ഇത് ചെയ്യേണ്ടില്ലായിരുന്നു. എന്ത്? ഉമ്മാൻ്റെ പേരിലല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടത്? അത് പാടില്ല ഉമ്മ, ഉപ്പയല്ലേ കഷ്ടപ്പെട്ടത്. അല്ല സാനിയ, എൻ്റെ ഉദ്ദേശം എന്താ? ഈ എന്താ ഭരിക്കാൻ വന്നിക്ക് തന്നെ? മോളാവൊന്നും ഞാൻ നോക്കൂലട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. അതൊക്കെ അങ്ങനെ ചെയ്തു വെച്ച് നല്ലൊരു കാര്യത്തിനാണ്. അല്ലാതെ നിങ്ങളെ ബാപ്പ എങ്ങനെ വേറെ പെണ്ണെങ്ങാനും കെട്ടിക്കൊടു നിൽക്കുകയാണെങ്കിലോ? അതിലങ്ങനെ മക്കളുണ്ടായി എന്താ കാട്ടുക? ഈ കണ്ട സ്വത്തും സമ്പത്തും മുതലൊക്കെ ആ കുട്ടികൾക്കും പോകൂലേ? അതുകൊണ്ട് എടുത്ത പണി തന്നെയാണേ. എന്താ ഉമ്മങ്ങളീ പറഞ്ഞത്? നമ്മളപ്പം അങ്ങനെ ചെയ്യുമോ? ചെയ്തെങ്കിലോ? അതുകൊണ്ട് മുൻകൂട്ടി കരുതിയിട്ടാണ് ഞാൻ റഷീദ് ഇത് ചെയ്തു വെച്ചത്. പലർക്കും അതറിയില്ല. ഇപ്പോഴത്തെ ആണുങ്ങളാണ് പെണ്ണ് എപ്പോഴും കെട്ടും. അപ്പോളേ അതിന് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ഓൽക്കും കൂടി അതിന് അവകാശം കൊടുക്കണം. ഉപ്പ അത്തരക്കാരനൊന്നല്ല. ഉമ്മനെ എനിക്ക് പ്രേരിപ്പിക്കണ് സിനാനെ. ഈ ഒന്ന് പോടി. പെണ്ണും ഇതിനായിട്ട് വന്നതാ എൻ്റെ നേർക്കെടുക്കാൻ. ഇങ്ങനെ ചേച്ചി വരണ്ടില്ലേ? എനിക്ക് അവിടെ തന്നെ നിന്നൂടേനോ എൻ്റെ മാപ്പിളുടെ ഒപ്പം? ഇല്ലമ്മ, ഞാൻ പോവാണ്. പക്ഷേ ഇവിടെ ചെയ്യണോ കാട്ടണമൊക്കെ ശരിക്കും അനീതിയാണ്. ഒരാളോടും ചെയ്യാൻ പാടില്ലാത്തതാണ്. മുഹ്സിൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓളെ ഇങ്ങനെ ഇടങ്ങാറാക്കണത്? ഓളെ തോട്ടത്ത് കൊറ്റക്ക് വിടണേ, ഓൾക്ക് ഓരോന്ന് അങ്ങനെ ചെയ്യാൻ പാടുണ്ടമ്മ? ഒന്ന് ആലോചിച്ചൂടെ? എൻ്റെ വീട്ടിലെ അമ്മായിമ്മ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമോ? കുറച്ചെന്നെ കഷ്ടപ്പെടുത്തേണ്ടിയിരുന്നു. എൻ്റെ അമ്മായിമ്മ കുറച്ച് സ്നേഹം കൂടിപ്പോയി, അതായി ഇങ്ങനെ. ഉമ്മങ്ങളെ മനസ്സെന്താ ഇങ്ങനെ? ഇപ്പോഴൊക്കെ ഇങ്ങനത്തെ ഉമ്മമാരുണ്ടാവുമോ? ഇത് എന്നെ ചോദ്യം ചെയ്യണ്ടട്ടാ. ഞാൻ ഇപ്പം എൻ്റെ പേരിൽ സ്ഥലം വീടൊക്കെ ആക്കിയതപ്പം നിങ്ങൾക്ക് വലിയ തിരക്ക്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബാപ്പ എങ്ങാനും രണ്ടാം ഘട്ടം എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കൂടി തന്നെയാണ്. മൂപ്പർക്കല്ലേ ഗൾഫൊക്കെ പോയിക്കൂടെ? ഇവിടെ എന്തിനാ പീടിയും വെച്ച് അവിടെ അങ്ങനെ പോയിരിക്കണ്? കുറഞ്ഞ ശമ്പളത്തിന് ഇങ്ങനെ അവിടെ പോയാൽ എത്ര കിട്ടും? ആകെ 8 കൊല്ലമാണ് എൻ്റെ ബാപ്പ ഗൾഫിൽ നിന്നത്. 10-22 കൊല്ലൊക്കെ നിന്നാലല്ലേ ഇനിയും കുറച്ച് സമ്പാദിക്കാൻ പറ്റുള്ളൂ. ഉമ്മ നമുക്ക് ആവശ്യമുള്ളതും അതിൻ്റെ അപ്പുറം അറബിയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അല്ല പിന്നെന്തിനാ എൻ്റെ മാപ്പിള ഇങ്ങനെ ഗൾഫിൽ പോയി നിൽക്കണ്? ഉമ്മ, അത് ഞാനും മക്കളും അവിടെ ഉണ്ടല്ലോ, അപ്പം ഇക്കാക്ക് ടെൻഷനില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇക്കാക്ക് ഇഷ്ടം പുറത്തുള്ള ഫുഡും കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ല. ഞങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടൊക്കെയാണ് ഞാനവിടെ നിൽക്കുന്നത്. എന്തേ ആയിക്കോട്ടെ, എൻ്റെ കാര്യത്തിൽ ഒരാൾ ഇടപെടാൻ പാടില്ല കേട്ടോ. ഇവിടെ റഷീദാൻ്റെ ഇഷ്ടങ്ങളാണ് നടക്കുക. അല്ലാതെ എൻ്റെ ബാപ്പ ബഷീറിൻ്റെ കാര്യം ഇവിടെ നടക്കൂല, എൻ്റെ കാര്യം ഇവിടെ നടക്കൂല. സിനാനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോൾട്ടി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. പഠിച്ചോനെ, ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യക്കേട് മുഹ്സിനയുടെ ഒന്ന് വിളിച്ചു നോക്കാം.
അവളത് ഫോൺ എടുക്കുന്നു. ഏതായാലും ഉമ്മയും വിളിക്കൂല, ഓനും വിളിക്കൂല. ഒന്ന് ആശ്വാസം പകരാൻ ഞാനെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ അതാ മുഹ്സിനെ അതാ മോൾട്ടി വിളിക്കുന്നു. അല്ലാ, താത്തയാണല്ലേ വിളിക്കുന്നത്. ഹലോ താത്ത, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം മോൾട്ടിയെ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? അൽഹംദുലില്ലാ, സുഖമാണ്. അല്ല, അനിയത്തിയുടെ പെണ്ണുകാണലൊക്കെ കഴിഞ്ഞു. മാഷാ അല്ലാ, കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ മുഹ്സിയെ, എന്തൊക്കെ ചായ കുടിച്ചോ? എന്ത് ചായക്ക് കടി? ചായ കുടിച്ചു. അത് ഉമ്മ പഴംപൊരി ഉണ്ടാക്കിയിരുന്നു. ആണല്ലേ? അവിടെ ആകുമ്പോൾ പിന്നെ ഉമ്മ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി തരില്ലേ? ഉമ്മ ഉണ്ടാക്കി തരും. പിന്നെ അനിയത്തിക്കും ഓള് കുക്കിങ്ങൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തും അവൾക്കും ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അത് ശരി, ആയിക്കോട്ടെ. പിന്നെ സിനോ വിളിച്ചീനോ? ഇല്ല, സിനു വിളിച്ചിട്ടില്ല. ഞാനെന്തോ ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടൊരു മെസ്സേജ് അയച്ചതാണ്. അത് കേട്ടപ്പോൾ മോൾട്ടിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. സാരില്ല മുഹ്സിയെ, അവൻ വിളിച്ചോളൂട്ടാ. അതെ, എന്തൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. ഇത്ത, തിരക്ക് ഇല്ല, ഡ്യൂട്ടി ടൈം അല്ലാത്ത ഇപ്പോൾ ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. എന്നോട് പറഞ്ഞതാണ്, അന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ അറിയില്ല. സാരില്ല മുഹ്സിയെ, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ടോ. അപ്പം എനിക്ക് ഇങ്ങോട്ട് പോരാ. ആയിക്കോട്ടെ ഇത്ത. എന്നാൽ പിന്നെ ഉമ്മക്ക് ഇവിടെ കുട്ടിക്ക് പേരിട്ടോ? കുഞ്ഞിന് പേരിട്ടിട്ടുണ്ട്. എന്ത് പേരിട്ടത്? മുഹമ്മദ് ഹാഷിം. മാഷാ അല്ലാ, നല്ല പേരാണ്. പിന്നെ മുടികളച്ചിലൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അറവ് അപ്പോൾ ചെയ്തിട്ടില്ലായിരുന്നു. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇക്കയുടെ കയ്യിൽ എനിക്ക് മനസ്സിലായി. അതൊക്കെ അതൊക്കെ അവനെ കൊണ്ട് കഴിയുമ്പോഴല്ലേ ചെയ്യുക. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. എന്നാൽ ശരി മുഹ്സിയെ, ഞാൻ പിന്നെ വിളിക്കട്ടാ. ഇത്ത ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പാവം മുഹ്സിനയുടെ ആ സ്ഥിതിഗതികൾ അറിഞ്ഞ് ശരിക്കും സാനിയക്ക് സങ്കടമാണ് വന്നത്. സിനാനോട് കാര്യങ്ങൾ ഇനിയും വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അവന് പറ്റി അങ്ങോട്ട് അവളെ മറക്കാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു പെൺകുട്ടിയാണ്, കിട്ടുന്നവൾക്ക് കാര്യമാണ് ഓള്. അപ്പോൾ തന്നെ മുഹ്സിന തൻ്റെ ബ്രദറിനെ വിളിക്കുന്നു. മോൾട്ടിയുടെ നമ്പറാണല്ലോ. ഇത്താത്തിയാണ് മോൾട്ടി. ഓക്കെ. അവനെന്താ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ആദ്യമൊന്നും എടുത്തില്ല, പിന്നീട് ഹലോ എടാ സിനോ, അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. വലൈക്കും അസ്സലാം. എന്താ താത്ത? ഒന്നുമില്ല സിനോ, എന്തൊക്കെ എൻ്റെ സുഖമല്ല എനിക്ക്? സുഖമാണ്, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. അല്ല, നീ അവിടുത്തെ അറബി ഉമ്മൻ്റെ വീട്ടിലത്തെ ഫംഗ്ഷന് പോയിരുന്നു. എന്നിട്ട് നിന്നെ അവളെ മുഹ്സിയെ ചോദിച്ചില്ലേ? ചോദിച്ചു. എന്ത് പറഞ്ഞു? അവൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ സിനാനെ, അതിനൊക്കെ ചാൻസ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. ഓൾക്കൊരു പാസ്പോർട്ട് എടുത്താൽ പോരായിരുന്നോ? ബാക്കി കാര്യങ്ങൾക്ക് അറബിയമ്മ ചെയ്യാൻ ഏറ്റതല്ലായിരുന്നോ? എന്താ നീ ഇങ്ങനെ അതിനെ വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാഞ്ഞത്? അങ്ങനെയാണോ വേണ്ടത്? അല്ല, ഈ ഇപ്പോൾ മുഹ്സിനയ്ക്ക് എന്ന് വിളിച്ചതാ? ഞാൻ ഇന്നലെ വിളിച്ചിരുന്നല്ലോ. വിളിക്കുക, മെസ്സേജ് അയക്ക്. എനിക്ക് വിളിക്കാനൊന്നും ഒഴിവില്ല, ഞാൻ മെസ്സേജ് അയക്കും വല്ലപ്പോഴും. അല്ല സിനാനെ, അനക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും അങ്ങനെ ഇല്ലായിരുന്നല്ലോ, നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നല്ലോ എന്നാണല്ലോ പറഞ്ഞു കേട്ടത്. സ്നേഹത്തിലൊക്കെ തന്നെ. ഉമ്മ പറഞ്ഞതനുസരിക്കാതെ എന്ത് സ്നേഹത്തിൽ നിന്നിട്ടും എന്താ? ഉമ്മ പറഞ്ഞ് അതിനോട് ഞാൻ യോജിക്കുള്ളൂ. ഉമ്മ പറയാത്ത ഒരു കാര്യം ഞാൻ ചെയ്യൂല. ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള തലയിൽ കൊഞ്ചിക്കണ്ട എന്നുള്ളത്. അതിനനുസരിച്ച് ഞാൻ പാകത്തിനുണ്ട് എന്ന് വെച്ചിട്ട് കൂടുതലായിട്ട് ഒന്നുമില്ല. അങ്ങനെയുള്ളൂ. എന്താ അത് പോരെ താത്ത? സിനാനെ, ഗൾഫിലുള്ള ഭർത്താക്കന്മാർ അവരുടെ ഒരു കോളിന് വേണ്ടിയിട്ട് അവരുടെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എത്രയോ ഭാര്യമാരുണ്ടാവും. അവർക്ക് വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഏകിയുള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഒരു കോള് അല്ലെങ്കിൽ ഒരു വീഡിയോ കോള്. അത് വല്ലാത്തൊരു ആശ്വാസമാണ്. അത് കാണുമ്പോൾ എല്ലാം മറക്കും. മനസ്സിലുള്ളതെല്ലാം, വേദനകളും വിഷമങ്ങളോ പണിയുടെ ഭാരവും എല്ലാം മറക്കും. അങ്ങനെയാണ് രണ്ടു കൂട്ടരും. അങ്ങനെ തന്നെ അവർ തമ്മിൽ സന്തോഷം പങ്കിടും. അങ്ങനെയാകുമ്പോൾ അവർക്ക് രണ്ട് കൂട്ടർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ സിനു ഈ ചെയ്യണ അങ്ങനെയല്ലല്ലോ. ഇവൾക്ക് ശരിക്കും വിളിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, ഓളെ വിഷമങ്ങൾ അറിയണുണ്ടോ? ഒന്നുമില്ലല്ലോ. അതൊക്കെ ഉമ്മ എന്നോടെല്ലാം പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ല സിനാനെ, എൻ്റെ പൊന്നാര സിനാനെ,
ഈ ഒന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ കഷ്ടപ്പെടുത്താൻ പാടില്ല കേട്ടോ. എത്തിയും കുട്ടിയാണ്, അത് മറക്കരുത്. അതിൻ്റെ കൽബ് വേദനിച്ച് കഴിഞ്ഞാലേ എല്ലാം നഷ്ടപ്പെടും. ഒരിക്കലും നമ്മൾ അതിനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. ബാപ്പല്ലാത്ത കുട്ടിയാണ്. അതിൻ്റെ ദുആ ഒക്കെ പഠിച്ചവൻ വേഗം സ്വീകരിക്കും. അതിൻ്റെ ആങ്ങളൊക്കെ നല്ല സോലിഹായ അറിവുള്ള ഒരാളാണ്. അവരൊക്കെ എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകളാണ്. അപ്പം നമ്മൾ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. എൻ്റെ സിനാനെ ഒന്ന് മനസ്സിലാക്കിയേ. ആ കുട്ടിക്ക് എപ്പോഴും വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒരു 5 മിനിറ്റെങ്കിലും ഈ ഒന്ന് വിളിച്ച് വർത്താനം പറയണം. അല്ലെങ്കിൽ അനക്കടെ കുരുത്തക്കേട് തട്ടുവേ. താത്താൻ്റെ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഓളിപ്പം അവിടെയാണ്. ഇവിടെ ആകുമ്പോൾ എടാ ഓളെല്ലാ പണിയും ചെയ്തിട്ട് പാവാണ്. എത്ര നേരത്തെ എണീക്കുന്നോ, എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പത്ത് ഇറങ്ങി എല്ലാം ചെയ്ത് അത് വിറകടുപ്പിൽ വെച്ചാൽ മതി ഉമ്മ പറയണുണ്ട്. അതൊക്കെ ചെയ്ത് ഇങ്ങനെ കാട്ടിക്കൂട്ടി ഉണ്ടാക്കണ്ടല്ലോ. പണിയൊക്കെ വേഗം കഴിച്ച് നല്ല മോളാണെടാ. നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടമാണ്. അതല്ല വേറെ വല്ല പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മോനെ പിന്നെ ഒരിക്കലും അങ്ങനത്തെ കിട്ടൂല കേട്ടോ. എൻ്റെ താത്ത, എൻ്റെ പെങ്ങൾ, എൻ്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന എൻ്റെ പെങ്ങളാണ് പറയണത്. ഞാൻ കണ്ട കാഴ്ചകളാണേ. അതുകൊണ്ട് ഉമ്മാൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നീ നോക്കണ്ട. ഈ ഈ കെട്ടിയ പെണ്ണിനെ നല്ല രീതിയിൽ ആദ്യം സംരക്ഷിക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ടാക്കാം ബാക്കിയൊക്കെ. എന്തൊക്കെ തന്നെ ചെയ്താലും കെട്ടിയ പെണ്ണിനെ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും പാടില്ല കുട്ടിയെ. എൻ്റെ അളിയൻ എന്നെ നോക്കണേ എങ്ങനെ എനിക്കറിയോ? എത്രമാത്രം സന്തോഷത്തിലാണ് എന്നെ നോക്കുന്നത്. ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. പറയാനുള്ളത് പറയും. അതന്നെ, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്തെങ്കിലും തെറ്റ് കണ്ട എന്നോട് പറയും. അത് മറച്ചു വെക്കൊന്നുമില്ല. പക്ഷെ എന്ന് കരുതി മനസ്സിൽ വെക്കൊന്നുമില്ല. നല്ല റാഹത്തോടു കൂടിയാണ് ഞങ്ങൾ ജീവിക്കണത്. അങ്ങനൊരു ജീവിതം എൻ്റെ മോനക്ക് ആഗ്രഹമല്ലേ? മോനെ, ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അത് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അല്ലാതെ നമ്മൾ ഒരാൾ പറഞ്ഞ് കേട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും പൊട്ടത്തരത്തിന് കൂട്ടു നിന്നാൽ നമുക്ക് അതിന് വലിയ നഷ്ടമായിരിക്കും. അങ്ങനെ ആരാടാ വിജയിച്ചിട്ടുള്ളത്? അങ്ങനെ ഉണ്ടോ? എൻ്റെ പൊന്നാര സിനാനെ നിക്കാഹ് കഴിച്ച് ആങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു പ്രതീക്ഷ മനസ്സിൽ? തൻ്റെ പെങ്ങൾ സുരക്ഷിതമായി അവൻ്റെ കൈകളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിക്കാഹിനെ വാങ്ങണത്, നിക്കാഹ് കഴിച്ച്. അപ്പം നമ്മൾ തെറ്റിക്കാൻ പാടുണ്ടോ? ഇപ്പോഴൊന്നും പഠിച്ചോ പൊറുക്കൂല കേട്ടോ എൻ്റെ പരിപാടി ഒന്നും. വിവാഹമോചനം എന്ന് പറയുമ്പോൾ തന്നെ സിംഹാസനം വിറക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മളൊരിക്കലും അതിനൊന്നും കൂട്ടു നിൽക്കാൻ പാടില്ല. എന്നോട് എന്ത് തെറ്റാ ഓള് ചെയ്തത് ഒന്ന് ഈ പറഞ്ഞാട്ടിക്കാം. ഇത്താ, ഓൾ എന്നോട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഉമ്മ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട് എനിക്ക്. അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫോണിൽ കുത്തി കളിക്കുകയാണ്, ഏത് സമയത്തും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, കോൾ ചെയ്യാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്താ അത് ഇവിടെ നിൽക്കണ എനിക്കതെങ്ങനെ സഹിക്കാൻ കഴിയും? ഞാനൊരാണല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ്, കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമേ നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് പോന്നപ്പോഴേക്കും എന്നോട് കൂടുതൽ അടുപ്പില്ലാതെ മറ്റുള്ളവരോടൊക്കെ. സിനാനെ, ഈ എന്ത് കേട്ടിട്ട് ഇതൊക്കെ പറയണത്? ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ എനിക്ക് പാടുണ്ടോ? വേഗം തൗബ ചെയ്യേ പഠിച്ചവനോട് പൊറുക്കലിനെ തേടുകയെ. ഇല്ലാത്തതൊരു കുട്ടിനെ കൊണ്ട് പറഞ്ഞുണ്ടാക്കാൻ പാടില്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിനക്കറിയില്ലേ, ഈ മദ്രസയിലും ദർസിലൊക്കെ പഠിച്ചതാണല്ലോ, അതൊക്കെ ഈ മറന്നുല്ലേ? ഉമ്മ എന്തേ പറയണ്ട വിചാരിച്ചിട്ട് അതങ്ങനെ കണ്ണടിച്ച് വിശ്വസിച്ചിക്കുക? ഉമ്മ എന്ത് കണ്ടിട്ട് പറഞ്ഞതാ എനിക്കറിയോ? ഞാൻ കണ്ടിട്ടില്ലേ, പാവ ആ പെണ്ണ്. ആ കുട്ടി ഏതൊരു നിസ്കാരത്തിലും ഖുർആനിലൊക്കെ ആയിരിക്കും. ഫോൺ വല്ലപ്പോഴും ഒന്ന് എടുക്കാന്നല്ലാതെ വാട്സപ്പിൽ പോലും കളിക്കണ ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാത്തൊന്നും പറയാൻ പാടില്ല. ഇത്ത, നിങ്ങൾ വന്നത് ഇപ്പോഴല്ലേ? പിന്നെ റൂമിൽ നിന്ന് എന്താ പണി ആർക്കറിയാം? എൻ്റെ പൊന്നാര സിനാനെ, അനക്ക് ഇത്രമാത്രം തെറ്റിദ്ധരിക്കാൻ എന്ത് ഇഞ്ചക്ഷനാണ് അമ്മ എനിക്ക് തന്നത്? എന്താ പറഞ്ഞത്? ഇത്ത, അവൾ പലപ്പോഴും എന്നോടല്ലാതെ മറ്റുള്ളവരോടൊക്കെ ചാറ്റ് ചെയ്യുക, വിളിക്കുക, അങ്ങനെയൊക്കെ ഉമ്മ പറഞ്ഞത്. അത് ഉമ്മ ശരിക്കും കേട്ടിട്ടുണ്ടെന്ന്. എൻ്റെ പഠിച്ചോനെ, എന്തൊരു ഇതാണ് ഈ ഉമ്മ! എന്ത് ഇങ്ങനെയൊക്കെ റബ്ബെ കളവ് പറയണത്? എന്തിൻ്റെ കേടോ ഉമ്മാക്ക്? സിനാനെ, പഠിച്ച റബ്ബിനോട് നീ തൗബ ചെയ്ത് മടങ്ങിക്കോ.
അങ്ങനെ ഒരുത്തിനെ കൊണ്ടും അങ്ങനെ വെറുതെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിൻ്റെയൊക്കെ ശിക്ഷ നിനക്ക് കിട്ടും. ഉമ്മ പറയുന്നതെല്ലാം നീ അങ്ങ് അനുസരിക്കരുത് കേട്ടോ. പെറ്റ ഉമ്മയാണ്, ശരിയാണ്. ഉമ്മയുടെ കാൽപ്പാടിലാണ് സ്വർഗം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ചില സ്വഭാവം, വേണ്ടാത്ത സ്വഭാവം കണ്ടാൽ അത് മക്കളാണെങ്കിലും അത് എതിർക്കണം. അത് പെറ്റ ഉമ്മയാണെങ്കിലും ഏത് ബാപ്പയാണെങ്കിലും. ഇനി ഇതുപോലുള്ള വാക്കുകൾ ഉമ്മ എന്നോട് പറയും, ഞാനൊന്ന് കാണട്ടെ. നീ അതങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചല്ലോ. എന്നിട്ട് പാവം ആ പെണ്ണിനെ കുറ്റപ്പെടുത്താൻ നടക്കുക. ഇത്ത, ഞാനിവിടെയല്ലേ, ഞാനൊന്നും അറിയുന്നില്ലല്ലോ. ഇത് നിരന്തരം ഉമ്മ എന്നോട് പറയുമ്പോൾ എൻ്റെ മനസ്സുണ്ടാവില്ലേ വേദനിക്കണ്. ഒന്നുമില്ലെങ്കിൽ ഓളെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ലത്ത. ആകെ 1 മാസമാണ്. പക്ഷേ ഞാൻ പോയപ്പോഴേക്കും അവളിങ്ങനെ വഴി പിഴച്ച് പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമില്ലാതിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി ഇത്തങ്ങൾ. ഒരു പ്രാവശ്യം ഒന്ന് ആലോചിച്ച് നോക്കി. അളിയനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്താക്ക് പറ്റുമോ? അല്ലെങ്കിൽ ഇത്ത ചെയ്യുകയാണെങ്കിൽ അളിയന് പറ്റുമോ? പൊന്നാരൻ്റെ സിനോ, ചെയ്തതിന് എന്താ തെളിവ്? തെളിവുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ. തെളിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ പെങ്ങളായ സാനിയാണ് ഈ പറയണത്. തെറ്റിന് ഞാൻ കൂട്ടു നിൽക്കൂല. എന്തൊക്കെ തന്നെയായാലും വേണ്ടിയില്ല. ചോദിക്കാനും പറയാനുള്ളത് ചോദിക്കുക തന്നെ ചെയ്യും. ആ പെണ്ണിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതിട്ടോ. പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് ശിക്ഷ ഇറങ്ങും, നോക്കിക്കോ. പാവപ്പെട്ട എത്തിയും കുട്ടിയും ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞിട്ട് അവൾ വിളിക്കാതിരിക്കുക, അവളോട് മിണ്ടാതിരിക്കുക, തർക്കുത്തരം പറയാ, ഇങ്ങനെയൊക്കെ. സിനാനെ, ഒന്നുമില്ലെങ്കിൽ എനിക്ക് വിവരമില്ലടാ. ഈ പഠിച്ചിട്ടില്ലേ ഒന്നും? ഭാര്യമാരെങ്ങനെയാണ് സംരക്ഷിക്കലേ? ഒന്ന് അടിക്കാൻ പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ് നിങ്ങളിൽ നല്ല ആളുകൾ എന്നാണ്. ഭാര്യയോട്, സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുന്നവർ. നിനക്കൊക്കെ എന്തിൻ്റെ കേടാ? നീ ഒന്ന് ഇസ്ലാമിലൊന്നല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പാവം പെൺകുട്ടി നല്ലൊരു മോളാണ്. ആ മോളിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തിയാലേ, മോനെ കരുതിക്കട്ടോ. ഈ വേറെ കെട്ടണം എന്നൊക്കെ പറയണ്ടല്ലോ ഉമ്മ എന്നോട്. അതൊക്കെ ജഗജില്യായിരിക്കും. വേണ്ടാത്തിന് നിൽക്കണ്ട. സത്യസന്ധമായ സൽസ്വഭാവിയായ എല്ലാ ഗുണങ്ങളുള്ള ഈ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ നീ ഒരിക്കലും അത് ചെയ്യുന്ന ഒട്ടും ശരിയല്ല. ഇനി ഒരിക്കലും ഞാൻ ഉപദേശിക്കാൻ വരില്ല. ഇത്താത്തയിൽ അല്പങ്ങൾ സ്നേഹം എനിക്കുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ എനിക്ക് എടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്താത്ത ഇല്ലാന്ന് കൂട്ടിക്കോ. ഞാനല്ലെങ്കിൽ പോവുകയാണ് അടുത്ത ആഴ്ച. ഇവിടെ എനിക്ക് നിൽക്കാൻ വലിയ സുഖമൊന്നുമില്ല. ഞാൻ പോവുകയാണ്, ഞാനും മക്കളും കൂട്ടി. ഇക്കന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ ഉമ്മയുടെ കൂടെ കുറച്ചും കൂടെ നിൽക്കട്ടെ, ഉപ്പയുടെ കൂടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഉമ്മ, സിനാനെ, ഞാൻ ഒന്നും പറയുന്നില്ല. നിനക്ക് തീരുമാനിക്കാം ഏതാണ് സത്യമെന്നുള്ളത്. നീ നിൻ്റെ ഭാര്യയുടെ ഒരു വാക്ക് പോലും കേട്ടില്ലല്ലോ. ഉമ്മയുടേത് മാത്രം കേൾക്കാൻ പാടില്ല കേട്ടോ. 2 കൂട്ടരുതും കേൾക്കണം. എന്നിട്ട് ഏത് ഭാഗത്താണ് ന്യായമുള്ളത് എന്ന് നോക്കണം. അല്ലാതെ ഒരാളുടെ വാക്ക് മാത്രം കേട്ടിട്ട് സ്വന്തം ഭാര്യയെ വിളിക്കാതെ മിണ്ടാതെ നിൽക്കാൻ നിനക്ക് തോന്നുന്നുണ്ടല്ലോ എൻ്റെ സിനാനെ. ഈ എത്ര ചെറുപ്പമാണ്, എനിക്കധികം വയസ്സായിട്ടില്ലല്ലോ. ഇപ്പം തന്നെ ഈ കുശുമ്പൊക്കെ എൻ്റെ മനസ്സിൽ തുടങ്ങിയോ? ഇത്ത, ഞാനല്ലല്ലോ അത്. ഉമ്മ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു അവൾക്ക് എന്നോടുള്ള സ്നേഹം എത്രയേ ഉള്ളൂ. ആർക്കൊക്കെ വിളിക്കുകയാണ്, മെസ്സേജ് അയക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത് സഹിക്കാൻ കഴിയുമോ? ഞാനിവിടെ അല്ലേ ഇത്ത? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. സിനാന് കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.